ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷത്തിൽ എന്താണ് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഹിഡൻ ഫീലിങ്സ് എന്താണ്, ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജനറൽലെസ് വീഡിയോ ആണ്, മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെയില്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളിത് കാണുന്നതിന് എന്തെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഡിയർ ആർക്കേഞ്ചൽ, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ആൻസർ എടുക്കാനായിട്ട് എന്നെ അനുവദിക്കുക. യെസ്, ഇവിടെ സക്സസ് എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ സക്സസ് ആയിട്ട് കരുതുന്നു. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സക്സസ് ആകും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രണയത്തേക്കാൾ മറ്റൊരു കാര്യവും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇല്ല. അപ്പം നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട്, നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട്. പ്രണയത്തിനാണ് ആ വ്യക്തി കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സർവീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി വളരെയധികം സർവീസ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം, ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ ആ വ്യക്തിയുടെ ജോബ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കാം സേവനം ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം. അങ്ങനെ അത് ചിലപ്പോൾ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്കും ഇഷ്ടമായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ആ വ്യക്തിക്ക് ഒരു പക്ഷേ കുറച്ച് അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം. അഡിക്ഷൻസ് എന്തുമാകാം, ആ ഒരു അഡിക്ഷൻസ് ഒക്കെ ചിലപ്പോൾ ആ വ്യക്തിയുടെ ഹെൽത്തിന് തന്നെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതായിരിക്കാം. നിങ്ങൾ പല പ്രാവശ്യം ആ വ്യക്തിൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അതൊന്നും അനുസരിക്കാൻ കൂട്ടാക്കാത്തൊരു പേഴ്സൺ ആയിരിക്കാം. ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം ഓവറായിട്ട് ഹെൽത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോയിട്ട് വളരെയധികം ബോഡി സ്ട്രക്ചർ നല്ലതാക്കാൻ നോക്കുക, അങ്ങനെയും ഹാബിറ്റുള്ള പേഴ്സൺ ആയിരിക്കാം. രണ്ടും പറയാം. രണ്ടായാലും ഹെൽത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നത് പോലെ തന്നെ എടുക്കുക. ഇവിടെ ഈ ഒരു സമയം എന്തായാലും നിങ്ങളിത് കാണുന്ന സമയത്ത് ആ വ്യക്തിക്ക് വളരെയധികം റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് ആ വ്യക്തി ഒരു വേള ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം. ഇവിടെ അതിനെക്കുറിച്ച് വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഐ നോ ദാറ്റ് ഐ കനോട്ട് ചേഞ്ച് ദ പാസ്റ്റ്. അതായത് കഴിഞ്ഞു പോയിട്ടുള്ള കാലത്ത് നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ ഒരിക്കലും എനിക്ക് തിരിച്ചു പിടിക്കാനാവില്ല. ഞാൻ അങ്ങനെയെല്ലാം നിന്നോട് പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കൂ എന്നുള്ള ഒരു കാര്യം ആ വ്യക്തി പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഒരു പക്ഷേ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം നിങ്ങളറിയാത്ത കാര്യത്തിന് വളരെയധികം വഴക്ക് പറയുക, അതിനെ തുടർന്ന് ഷൗട്ട് ചെയ്യുക, നിങ്ങളിൽ കുറ്റം ആരോപിക്കുക. ചിലപ്പോൾ വേറൊരാളായിരിക്കാം കുറ്റക്കാർ അല്ലെങ്കിൽ കുറ്റക്കാരിയൊക്കെ, പക്ഷേ നിങ്ങളെ കുറ്റപ്പെടുത്തുക, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളിൽ ആരോപിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കാരണമെന്ന് തർപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ചുമ്മാ വിളിച്ചു പറഞ്ഞതായിരിക്കാം. അതെല്ലാം നിങ്ങളെ ഒരുപാട് ടോർച്ചർ ചെയ്തതുപോലെയുള്ള ഫീലിങ്സാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ വ്യക്തി പറയുന്നുണ്ട് ഒരു കാര്യം, അതിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് ഒരുപക്ഷെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഇനി വരുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്തം ഈ വ്യക്തി ഏറ്റെടുത്തോളാം എന്ന് പറയുന്നുണ്ട്. ഐ ആക്സെപ്റ്റ് ദ ചലഞ്ചസ് ആർ ദ ബെസ്റ്റ് വേ ടു ലേൺ. അതായത് ഞാൻ എല്ലാം ഏറ്റെടുക്കുകയാണ്, കുറേ പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ് നിങ്ങളോട് പറയുകയാണ്.
അതുപോലെ തന്നെ ആ വ്യക്തിക്ക് വളരെയധികം ധൈര്യമാണ് കിട്ടിയിട്ടുള്ളത്. ഐ ഫൈൻഡ് ദ ഇന്നർ സ്ട്രെങ്ത് ടു ഫേസ് ഫിയർ വിത്ത് കോൺഫിഡൻസ്. എനിക്ക് ഭയമില്ലാതെ വളരെയധികം കോൺഫിഡൻ്റ് ആണ് ഞാൻ. എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കാനായിട്ട് ഇപ്പം എനിക്ക് കഴിയും. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ഭയം കൊണ്ടും തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളെ കുറ്റം ആരോപിച്ച് ആ വ്യക്തി രക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ പറയുന്നു എനിക്ക് ധൈര്യമുണ്ട് എന്നുള്ളത്. എനിക്ക് എല്ലാ പ്രശ്നത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളെക്കുറിച്ചൊക്കെ ഈ വ്യക്തി ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ കൂടെ ആരുമില്ല, തന്നെ ഇരുന്നാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ആ വ്യക്തി തന്നെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അടുത്ത നീക്കം എന്തായിരിക്കണം, ഇനി എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാം ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏറെ ചിന്തിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ്, മെറിറ്റ്സ്, ആൻറ്റി മെറിറ്റ്സ്, ഇതെല്ലാം ആ വ്യക്തി സ്റ്റഡി ചെയ്യുന്നുണ്ട്. ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത്. കുറച്ച് നാളുകളായിട്ട് ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷേ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളുടെ അടുത്ത് കാര്യമായിട്ടുള്ള ഒരു ഡിസിഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നുണ്ടാവില്ല. ആ വ്യക്തിയുടെ ചിന്തകളിൽ മുഴുവൻ നിങ്ങളാണ്. പക്ഷേ എന്ന് വെച്ച് നിങ്ങളുടെ അടുത്ത് ആ ഒരു ഡിസിഷനായിട്ട് പറയുന്നുമില്ല. പക്ഷേ ചിന്തയിൽ സോവാൻസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ധ്യാനത്തിൽ എന്ന പോലെ ഇരിക്കുകയാണ്. പക്ഷെ ചിന്ത മുഴുവൻ നിങ്ങളെയാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. സോവാൻസ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യണം. ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ഇങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ഒന്നും അല്ല കേട്ടോ. ഇത് തുടങ്ങണം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഡെസ്റ്റിനി, അങ്ങനെയുള്ള തോട്ട്സാണ് ഉണ്ടാവുന്നത്. പക്ഷേ നിങ്ങൾക്കിടയിൽ പല പ്രാവശ്യം പല തരത്തിലുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഒരു പ്രോബ്ലം എന്നൊന്നുമല്ല, പല പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ പോരാ എന്നുള്ള ആ വ്യക്തിയുടെ ചിലപ്പോഴത്തെ തുറന്നു പറച്ചിലാണ്. അതായത് ഒന്നുകിൽ നീ അത് ചെയ്തത് പോരാ, ശരിയായില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്, എൻ്റെ ഫ്രണ്ട്സിനോട് അങ്ങനെയല്ല ബിഹേവ് ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പങ്ക്ച്വാലിറ്റി ഇല്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളിൽ ആരോപിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോഴെല്ലാം നിങ്ങൾ പോരാ എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കാം. നിങ്ങളുടെ സംസാരം ശരിയല്ല, അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നത് ശരിയല്ല, ആ വ്യക്തിക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല, സ്പേസ് കൊടുക്കുന്നില്ല, അങ്ങനെ അനവധി കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. അത് വേറൊന്നും കൊണ്ടല്ല. അടുത്ത കാർഡ് കണ്ടില്ലേ, ദ മൂൺ എന്ന് പറയുന്നത് ഭയം കൊണ്ടാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തി ഭയക്കുന്നത് കൊണ്ട് ഇതിനെ വൈൻഡപ്പ് ചെയ്യാം, കിട്ടിപ്പൂട്ടി രണ്ടുപേർക്ക് രണ്ടായിട്ട് പിരിയാം, അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് പാസ്റ്റ് അനാലിസിസ് ആണ്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു ഫിയർ. ഇനി ആ ഒരു ഫിയർ മറ്റൊരാളിൻ്റെ സാന്നിധ്യം കൊണ്ടാവാം, മറ്റൊരാളുടെ പ്രേയേഴ്സ്, ബ്ലാക്ക് ഐ, ഈവിൾ ഐ ഒക്കെ അങ്ങനെ സംഭവിക്കാം. ഒരു ബ്ലാക്ക് എനർജി ഉള്ളത് കൊണ്ടും അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും റിലേഷൻഷിപ്പിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കുക. പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളാണ് ആ വ്യക്തിയുടെ ലോകം. ഈ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം. എങ്ങനെ ചിന്തിക്കുമ്പോഴും അവിടെ ഒരു 2 ഓഫ് പെൻറ്റക്കിൾസ് വരുന്നുണ്ട്. അതായത് അങ്ങനെ ഉറച്ച് തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു ഡിസിഷനിലേക്ക് വരുമ്പോൾ ഒന്ന് പതറുന്നുണ്ടാണ്. യെസ്, പക്ഷെ നിങ്ങളെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആയിട്ടാണ് കാണുന്നത്. വൈഫിനെ പോലെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ പോലെ, ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, ഇതാണ് എൻ്റെ വൈഫ്, അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അതുണ്ട്. അപ്പോൾ ഇവിടെ ഫിയർ അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ കൺട്രോളിലായിരിക്കും ഈ പേഴ്സൺ. അപ്പോൾ അവരെ കൂടി സന്തോഷിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഒന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് ധൈര്യം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും മതി. യെസ്, ഇവിടെ 6 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു സന്തോഷം വരാൻ പോകുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ്. അതൊരു നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഉണ്ടെന്നുള്ളത് ഈ ഒരു കാർഡ് പറയുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, ഒരു ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. ആ ഒരു സിറ്റുവേഷനും ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ.
അപ്പം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തി ഒരു വിജയമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഈ സ്വഭാവമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്. കാരണം നിങ്ങൾ ആ വ്യക്തിയെ ഒന്ന് സ്നേഹിക്കുമ്പോഴേക്കും ഒരുപാട് വഴക്കുകൾ ഉണ്ടായി വരാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ വളരെയധികം മടുപ്പ് തോന്നുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനോട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിനോട്. ഇപ്പോൾ ആ പേഴ്സൺ എന്തൊക്കെ ചിന്തിക്കുന്നെന്ന് പറഞ്ഞാലും നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ളത്. കാരണം വളരെയധികം സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് വർത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും തന്നെ മറക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴെപ്പോഴും അത് തന്നെയാണ് ചിന്തയിലേക്ക് വരുന്നത്. ഇവിടെ മറ്റൊരാൾ വഴിയായിട്ട് ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയുടെ കാര്യങ്ങൾ അറിയാനുള്ള സാധ്യതയുണ്ട്. അല്ല എങ്കിൽ മറ്റൊരാൾ വഴിയായിട്ട് ഈ വ്യക്തിയുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ ആ വ്യക്തി മറ്റൊരാൾ വഴിയായി നിങ്ങളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ആ വ്യക്തി എന്തായാലും ഒരു ഹാപ്പി ഫാമിലി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു സക്സസ്, കുടുംബം, അതാണ് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നത്. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റീസ് എന്ന് പറയുന്ന കാർഡ് ആ വ്യക്തിക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാകും, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു എക്സ്, അല്ലെങ്കിൽ ഫാമിലി. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിട്ടും ആ വ്യക്തി ചൂസ് ചെയ്യുന്നത് നിങ്ങളെയാണ്, അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നത് നിങ്ങളെയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് തരുന്നത്. യെസ്, ഒറ്റ കാർഡ് കൂടി എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു, ഏഞ്ചൽ ഓഫ് ബാലൻസ്. അത് ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായാലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഓർ റീയൂണിയൻ ഓർ ഒരു കുടുംബം ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടാവും എന്നുള്ള ഒരു സൂചനയുമാണ് കിട്ടുന്നത്. കാരണം ഏഞ്ചലിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഷെൽട്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കുടുംബത്തെ, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലിയെ, ഒരു റിക്കൺസിലിയേഷൻ, കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയായിരിക്കും. ഇനി പേഴ്സൻ്റെ നെയിം എന്ന് പറയുന്നത് ജി എന്നാണ് കിട്ടിയിട്ടുള്ളത്, ബി എന്ന് കിട്ടിയിട്ടുണ്ട്, ടി എന്ന് കിട്ടിയിട്ടുണ്ട്, ഡബ്ല്യു, കെ, എസ്, എൽ, പി, വി, ഇ, ആർ, വൈ. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. ലിബ്ര എന്ന് കിട്ടിയിട്ടുണ്ട്, ക്യാൻസർ, റൗണ്ട് ഫേസ്, മാർച്ച് മന്ത്, ബ്രദർ, 41, 14, Archangel Sandalphon, green color, Taurus, 52, 39, 13, parents, 40, Archangel Ariel, 5 എന്നൊരു നമ്പർ, ബോഡി ബിൽഡർ, ജിം ട്രെയിനറോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആളൊക്കെ ആയിരിക്കാം. 9 എന്നൊരു ഡേറ്റ്, 42, 30, റെഡ് കളറ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം. ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത്. നമുക്ക് നോക്കാം എന്ത് പ്ലേസാണ് കിട്ടുക. ഇവിടെ ബാംഗ്ലൂർ എന്നാണ് കിട്ടിയിട്ടുള്ളത്, കൊല്ലം, കോട്ടയം കിട്ടിയിട്ടുണ്ട്, കോഴിക്കോട്, ചെന്നൈ, കണ്ണൂർ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് 3 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഏഞ്ചലിനോട് ചോദിക്കാം.
അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നോക്കുന്നത്. എന്താണ് നിങ്ങൾക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോട്ട് ദ റൈറ്റ് ടൈം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല, കറക്റ്റായിട്ടുള്ള സമയമില്ല എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് നോക്കാം. അത് ഇപ്പം നടക്കില്ല, പക്ഷേ നമുക്കത് പിന്നീട് നടന്നെന്ന് വരാം എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ റിമെയിൻ പോസിറ്റീവ് എന്നുള്ളതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം നെക്സ്റ്റ് വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.